നമുക്ക് ഇന്ന് മന്തി കഴിക്കാമല്ലോ. മന്തിന്റെ കുതിരയായിരുന്നു പൈസന്റെ എന്ത് ചെയ്യാൻ. ശരിയല്ലേ ഐഡിയ. അപ്പം വേണ്ട, നാളെ 27 നമുക്കില്ലേ പൈസ തക്കാത്തിന് പോയി പൈസ കിട്ടും. അവിടെയൊക്കെ മുസ്ലിംസ് അല്ലേ പോവുക, നമ്മളൊക്കെ പോയി ഇറക്കണം മോശമല്ല. അതിന് നമ്മുടെ ആൾക്ക് നമ്മളറിയല്ലോ, നമ്മളെ ജാതി ഏതാ മതം ഏതാന്ന് ഇവർക്ക് അറിയല്ലോ. നാളെ പോവാ പോലെ അവിടെ ചെന്ന് ചളാക്കാൻ നിൽക്കില്ല. അവിടെ ചെന്ന് ഒരൊറ്റ വാക്കാണ് അസ്സലാമു അലൈക്കും അത്ര പറയുന്നത്. വീട് ഈ വീട്ടിൽ കയറി കഴിഞ്ഞാലേ പൈസ കിട്ടും. നമ്മളിവിടെ തോന്നുന്നത് വലൈക്കും അസ്സലാം. ഇന്ത്യ വലൈക്കും അസ്സലാം. അല്ലാ എന്താ മക്കളെ പറയുന്നത്? വലൈക്കും അസ്സലാം അല്ല, അസ്സലാമു അലൈക്കും. സക്കാത്തിന്റെ പൈസക്ക് വന്നതാവും അല്ലേ? മക്കളെ ഒന്ന് എന്തൊക്കെ മക്കളെന്നെ ദിവാകരന്റെ മക്കളല്ലേ? 6 മണിക്ക് പോണ ദിവാകരൻ. അതെ നിങ്ങളിത് തൊപ്പിയൊക്കെ ഇട്ടിട്ട് അതെ ആ തൊപ്പിയൊക്കെ ഒന്ന് വരിക. തൊപ്പിയൊക്കെ ഒന്ന് മക്കളെ, ഈ സക്കാത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മോശമുള്ളൊരു കാര്യമൊന്നുമല്ല. നിങ്ങളിതിനെ തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്നത് ഇത് നമ്മുടെ കേരളമല്ലേ? ജാതിയും മതമൊന്നും ഇല്ലാതെ നമ്മുടെ കേരളം. കേരളത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, മനസ്സിലായ? പിന്നെ അച്ഛനാണ് ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യാൻ. അച്ഛന് ഞാൻ എല്ലാ കൊല്ലവും സക്കാത്ത് കൊടുക്കാറുണ്ട്. ഇപ്പം അച്ഛനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പൈസ അച്ഛനെ ഏൽപ്പിക്കട്ടാ. ആയിക്കോട്ടെ ശരി. മക്കളെ വരും ഇങ്ങോട്ട് വരും. ഒരു ചാടിച്ചിട്ട് പോവാ. വേണ്ട മോളെ വിവാറ്റോ അവിടെ ഒരു കവർ ഇരിക്കുന്നുണ്ട്, അതെന്തിനാന്ന് പറഞ്ഞാ? ഈ കവറിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോ കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ പറഞ്ഞു.